الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാറുണ്ട്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ദുനിയാവിലെ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിലെ ഒരു സൗഭാഗ്യമാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ ലഭിക്കുക എന്നത് ഒരു വലിയ തൗഫീഖാണ്. ജീവിതത്തിൽ പരീക്ഷണമായി മാറുന്ന സുഹൃത്തുക്കളുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ കൂട്ടുകാരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സുഹൃത്ത് ബന്ധങ്ങളിലെ ഇണക്കി നിർത്തേണ്ടതും മാറ്റി നിർത്തേണ്ടതുമായ ബന്ധങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും ശാസിക്കാനും തിന്മകൾ തിരുത്തിത്തരാനും നമ്മുടെ ദുഃഖങ്ങളിൽ ദുഃഖമായി അവരും നമ്മുടെ കൂടെയുണ്ടാകാനും സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നവരായി മാറുന്ന നല്ല കൂട്ടുകാർ,
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്ക്, അസ്വദീഖു ഔഖദു മിനൽ ഖറാബ. ബന്ധങ്ങൾ പലപ്പോഴും ഇഴകിച്ചേരുന്ന സൗഹൃദങ്ങളാണ്. ഏതൊരു ബന്ധമാകട്ടെ അത് ഇഴകിച്ചേരുന്ന ഒന്നാണ്. ആ ഇഴകിച്ചേരുന്ന സൗഹൃദ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ സൗഹൃദം എന്താണ്, സൗഹൃദ ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന മര്യാദകൾ എന്താണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. അൽ മുഅ്മിനു ബിഅൽഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ വലാ യുഅലഫു ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇണങ്ങുന്നവനാണ് ഒരു വിശ്വാസി, മറ്റുള്ളവരുമായി ഇണങ്ങി നിൽക്കുന്നവനാണ്, ഇഴകിച്ചേർക്കപ്പെടുന്നവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റുള്ളവരോട് ഇണങ്ങിച്ചേരാത്ത ഒരു വ്യക്തിക്ക് ഒരു ഖൈറും ഒരു നന്മയുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഇഴകിച്ചേരുന്നവരിൽ ഏറ്റവും നല്ലവൻ അവൻ ആരാണെന്ന് പറഞ്ഞാൽ ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഏറ്റവും നല്ല ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നവനാണ് ഇണങ്ങിച്ചേരുന്നവരിൽ ഏറ്റവും നല്ലവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, മറ്റുള്ളവരോട് ഇഴകിച്ചേരുകയും അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, ആ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് ഇഴകിച്ചേരുന്നതിലൂടെ പ്രയാസങ്ങളുണ്ട്, കൂടിച്ചേരുന്നതിലൂടെ പ്രയാസങ്ങൾ ഉണ്ടാകും, ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ആളുകളുമായി ഇണങ്ങിച്ചേരാതിരിക്കുകയും അതിൽ വരുന്ന പ്രശ്നങ്ങളിൽ ക്ഷമിക്കാതിരിക്കുകയും ചെയ്ത് മാറി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെക്കാൾ ഏറ്റവും ഖൈറ് നല്ല കൂട്ടുകാർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകെട്ടിനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖൈറുള്ള ബന്ധമായി പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, കൂട്ടുകൂടുമ്പോൾ പലപ്പോഴും പിന്നെ കയ്പും മധുരവുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും മധുരമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷങ്ങൾ പങ്കിട്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്നേഹമുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇത് സുഹൃത്ത് ബന്ധങ്ങളാകട്ടെ, കുടുംബങ്ങളിലാവട്ടെ, അതല്ല നമ്മുടെ അയൽവാസികളിലാകട്ടെ, സ്നേഹമുള്ള ബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങൾ മാറാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാവാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വലാ തുഅ്മിനു, നിങ്ങൾക്ക് മുഅ്മിനാവാനും കഴിയില്ല. ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാൻ, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും, പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫ്ശുസ്സലാമ ബൈനുക്കും, നിങ്ങൾ സലാമിനെ കാണുമ്പോൾ സലാം പറയുന്നവരാകണം, സലാമിനെ വർദ്ധിപ്പിക്കുന്നവരാകണം. സലാം പറയുന്നതിലൂടെ ബന്ധങ്ങൾക്ക് ഊക്കുകൂടും.
സ്നേഹം കൂടും, സ്നേഹം വർദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കൂട്ടുകാരെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സലാം പറയുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുഹൃത്ത് ബന്ധങ്ങൾ ഇന്ന് പല കോലത്തിലാണ്. നന്മയുമായി കൂടുന്ന കൂട്ടുകെട്ടുകൾ സഹോദരങ്ങളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ സലാം പറച്ചിലുണ്ടാവില്ല. സ്വാഭാവികമായും അവിടെ ഹൈറുകളില്ല എന്നർത്ഥം. നന്മ നിറഞ്ഞൊരു കൂട്ടുകെട്ടിനെ ജീവിതത്തിൽ സെലക്ട് ചെയ്യാനും ആ രൂപത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കണം. ചില ആളുകൾ നേരെ തിരിച്ചു കാണാം. കുടുംബങ്ങളിൽ പോയാൽ സലാം പറയില്ല, അങ്ങാടിയിൽ കൂട്ടുകാരെ കണ്ടാൽ സലാം അങ്ങനെ നീട്ടി പറയും. കൂട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര സലാം പറച്ചിലാണ്. വഅലൈക്കും അസ്സലാം എന്ന് കൂട്ടുകാരൻ തിരിച്ചും പറയണം, ഭയങ്കര ബന്ധാണ്. പക്ഷെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വാതിൽ ഉന്തി തുറന്നാണ്ട് കയറാണ്. വീട്ടിൽ കയറുമ്പോൾ അവിടെ സലാം പറയുന്ന ശൈലി പല കുടുംബങ്ങളിലെ ആളുകൾക്കുമില്ല. സഹോദരങ്ങളെ, അവിടെയും പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോട് സലാം പറയാൻ, മക്കളുണ്ടെങ്കിൽ മക്കളോട് സലാം പറയാൻ, ഭാര്യ ഭർത്താവിനോട് സലാം പറയാൻ ഒക്കെ പഠിപ്പിച്ചത് സ്നേഹബന്ധം കൂടാനുള്ള മാർഗങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാവണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇണക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്നേഹമുള്ള ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുക. ആ ബന്ധങ്ങളിൽ നമുക്ക് സ്നേഹം വർദ്ധിക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ പരസ്പരം സലാം പറയുന്ന നല്ലൊരു കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലായിടത്തും ഒരു മുഅ്മിൻ മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ ആദർശത്തിൻ്റെ പേരിലുള്ള സ്നേഹബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരാശയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം സ്നേഹബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കൂട്ടുകാരെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ 2 തരത്തിലുള്ള കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റും. ദുനിയാവിൽ 2 തരം കൂട്ടുകെട്ടുകളുണ്ട്. ഒരു കൂട്ടുകാരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ പഠിപ്പിച്ചത് പ്രകാരം തന്നെ നാട്ടിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ചുള്ള 2 ശൈലിയിലുള്ള കൂട്ടുകെട്ടിനെ നമുക്ക് കാണാം. ഒന്ന്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാരൻ. ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ സഹോദരങ്ങളെ? നമ്മുടെ വേദനകളിൽ അവൻ സങ്കടപ്പെടും. നമുക്കൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങളിൽ അവൻ സങ്കടപ്പെടും. അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ. നമ്മുടെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കുകയും ചെയ്യുന്ന, സന്തോഷിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ഹൈറിനെ, അവനൊരു ഹൈറ് ലഭിച്ചതായി അവൻ അനുഭവപ്പെടുന്ന, നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ അത് അവൻ്റെ കൂടി പരീക്ഷണമായി, അവന് കൂടി അനുഭവിച്ചൊരു പ്രയാസമായി കണ്ട് അതിലിടപെടുന്ന ഒരു കൂട്ടുകാരൻ. ഒരു നല്ല കൂട്ടുകാരൻ്റെ സ്വഭാവം അതാണ്. രണ്ടാമത്തെ ഒരു കൂട്ടുകാരൻ്റെ പ്രത്യേകത എന്താ പറയുക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന രൂപത്തിൽ നമ്മുടെ കൂടെ കൂടും. അങ്ങനെ ചില കൂട്ടുകാരുണ്ടാവും. അവൻ്റെ ഇണങ്ങിച്ചേരലും ഇടപെടലൊക്കെ കണ്ടാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ അവനുണ്ടാവും. എന്നാൽ നിനക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷമുണ്ടാകുന്നത് അവൻ്റെ മനസ്സിൽ ഒരു പ്രയാസമായി അവൻ അനുഭവപ്പെടും. അവനും സന്തോഷമുള്ളതുപോലെ അവൻ അനുഭവിക്കും. അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതൊരു ദുഃഖമായി അവൻ അനുഭവപ്പെടുകയും, നമുക്കൊരു പ്രയാസം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അതുകൊണ്ട് ഉള്ളിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരെയും നമുക്ക് ദുനിയാവിൽ കാണാം. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പരിഹാരമായി പഠിപ്പിച്ചത് എന്താ അറിയോ? നിങ്ങൾ ഒരിക്കലും കൂട്ടുകെട്ടിനെ സെലക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ, നല്ല കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഭൗതിക ലാഭം കണ്ടുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരെ തിരയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ലൊരു കൂട്ടുകാരനെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ട കൂട്ടുകാരൻ ഈമാനുള്ള കൂട്ടുകാരനാവണം. ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കൂട്ടുകാരനാകണം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ ഭൗതിക ലാഭം കണ്ടുകൊണ്ട് കൂട്ടുകെട്ടിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല പൈസക്കാർ, പണം ഉള്ള ആളുകളെ നോക്കി കൂട്ടുകാരായി തിരഞ്ഞെടുക്കുന്നവർ. അതേപോലെ തന്നെ ഭൗതികമായ ലാഭത്തിൽ ദുനിയാവിൽ വല്ല സ്ഥാനമാനങ്ങളും കണ്ട് കൂട്ടുകെട്ടിനെ സെലക്ട് ചെയ്യുന്നവർ.
ഇവിടെ ഒന്നുമല്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ നല്ല കൂട്ടുകെട്ടിനെ പരിഗണിക്കേണ്ട കൂട്ടുകെട്ടെന്ന് പറഞ്ഞത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് ഉപകാരമായി വരുന്ന ദീനിൻ്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൂട്ടുകാർ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? കൂട്ടുകാരിലേക്ക് നമ്മൾ കൂടുതൽ ചായുമ്പോൾ അവൻ്റെ ആശയവും അവൻ്റെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതൊരു കൂട്ടുകാരിൽ നിന്നും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. അബൂ ദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അർറജുലു അലാ ദീനി ഖലീലിഹി, അർറജുലു ഒരു മനുഷ്യൻ, അലാ ദീനി ഖലീലിഹി അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്, അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും താൻ കൂട്ടുകൂടുന്നവരെ കുറിച്ച് ചിന്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. കൂട്ടുകൂടുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതോ നിങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ബന്ധം അധികരിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ വിശ്വാസത്തിലേക്കും അവൻ്റെ സ്വഭാവത്തിലേക്കും നമ്മുടെ മനസ്സ് ചായാൻ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. ഇനി കൂട്ടുകൂടുകയാണെങ്കിൽ നല്ല കൂട്ടുകാരുമായിട്ടാവണം കൂട്ടുകൂടേണ്ടത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുനൂ മഅസ്വാദിഖീൻ, കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ, നല്ലവരുടെ കൂടെ, ഹക്കിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ നിൽക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം, ലാ തുസാഹിബ് ഇല്ലൽ മുഅ്മിന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സത്യവിശ്വാസിയുമായിട്ടല്ലാതെ നിങ്ങൾ കൂട്ടുകൂടരുത്. ഒരു ആത്മമിത്രത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈമാനുള്ള മുഅ്മിനീങ്ങളുമായിട്ടായിരിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോകുന്നത് പല സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ കാരണം ജീവിതം വഴിതെറ്റി ജീവിക്കുന്നവർ, മദ്യപാനികളായ കൂട്ടുകാർ, വൃത്തികേടുകൾ ആസ്വദിക്കുന്ന കൂട്ടുകാർ, വേണ്ടാത്ത രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കൂട്ടുകാർ, വർഷങ്ങളെ കൊണ്ട് ആ കൂട്ടുകാരൻ്റെ വഴിയിൽ ഈമാനുണ്ടായിരുന്ന വ്യക്തികൾ പോലും വഴിമാറി സഞ്ചരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ലേ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ പുച്ഛിക്കുന്നവരുമായി നിങ്ങൾ കൂട്ടുകൂടരുത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ വെറുക്കുന്നവരോട്, അള്ളാഹുവിൻ്റെ ദീനിനെ ആക്ഷേപിക്കുന്നവരുമായി കൂടുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. കാരണം നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിലേക്കും അത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമല്ല. അതുകൊണ്ട് ആത്മമിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് മുഅ്മിനീങ്ങളായ ആളുകളുമായി നിങ്ങളുടെ ആത്മബന്ധമുള്ള മിത്രങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം അതാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ജലീസി അസ്വാലിഹി. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വാലിഹി വസ്സൗഇ കഹാമിലിൽ മിസ്ക് വനാഫിഹിൽ കീർ.
ഹദീസിന്റെ പ്രയോഗം നമുക്ക് കാണാം. ഒരു നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ കസ്തൂരി വഹിക്കുന്നവനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാകുന്നു. കസ്തൂരി വിൽക്കുന്നവനെ പോലെയും ഇരുമ്പ് ആലയിൽ ഉലയിൽ ഊതുന്ന ആളും പോലെയാണ് നല്ല കൂട്ടുകാരൻ്റെയും മോശപ്പെട്ട കൂട്ടുകാരൻ്റെയും ഉദാഹരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കഹാമിലുൽ മിസ്കി, ഹാമിലുൽ മിസ്ക്, ഒരു സുഗന്ധം വിൽക്കുന്ന കസ്തൂരി വിൽക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇമ്മാ അൻ യഹ്ദിയക, നിനക്ക് അവൻ വെറുതെ തന്നേക്കാം, നല്ല സുഗന്ധം അവൻ നിനക്ക് വെറുതെ തന്നേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതല്ലെങ്കിൽ അവൻ നിനക്ക് എന്ത് ചെയ്യും? അവനിൽ നിന്ന് നിനക്ക് പണം കൊടുത്തു വാങ്ങാം. ഇനിയും അതുമല്ലെങ്കിൽ ഒന്നുകിൽ നിനക്ക് അവനിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാം, അതല്ലെങ്കിൽ അവൻ നിനക്ക് വെറുതെ തന്നേക്കാം, അതല്ലെങ്കിൽ അവനിൽ നിന്ന് നിനക്ക് നല്ല സുഗന്ധം അവൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് ലഭിച്ചേക്കാം. അവൻ്റെ അടുത്ത് നിന്നാൽ തന്നെ സുഗന്ധമാണ്. ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെ, കസ്തൂരി വഹിക്കുന്നവനെ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാൽ വനാഫിഹുൽ കീർ, ഉലയിൽ ഊതുന്നവനെ പോലെ അല്ലെങ്കിൽ ഉലയിൽ ഊതുന്നവന്റെ അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഇമ്മാ ഐ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ചത് യുഹ്രിഖ, കുപ്പായത്തിലേക്ക്, യുഹ്രിഖ സിയാബക്, നിന്റെ വസ്ത്രത്തിലേക്ക് അവനിൽ നിന്നുള്ള തീയിൻ്റെ നാളങ്ങൾ തട്ടി നിന്റെ കുപ്പായം കരിയാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, അതുമല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു നല്ല ഗന്ധമല്ല നിനക്കുണ്ടാവുക. ഉലയിൽ ഊതുന്ന അവൻ്റെ അടുത്ത് ചെന്നാൽ, ഉലയിൽ ഊതുന്നവൻ്റെ അടുത്ത് ചെന്നാൽ അവനിൽ നിന്ന് ദുർഗന്ധങ്ങളാണ് അനുഭവപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നല്ല കൂട്ടുകാരനിൽ നിന്ന് നന്മയാണ് നമുക്ക് ലഭിക്കുക. ഒരു ചീത്ത കൂട്ടുകാരനിൽ നിന്നോ മോശപ്പെട്ട കൂട്ടുകാരനിൽ നിന്ന് പരിക്കുകളും ജീവിതത്തിലേക്ക് ഒരുപാട് ദുസ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു വിവരണം നമുക്കിങ്ങനെ കാണാം. ഒരടിമക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഒരു നല്ല കൂട്ടുകെട്ട് ലഭിക്കുക എന്നത്. മോശം കൂട്ടുകെട്ട് പരീക്ഷിക്കപ്പെടുക, ജീവിതത്തിൽ സഹോദരങ്ങളെ മോശം കൂട്ടുകെട്ട് കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നത് അടിമക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. ഒരു മോശപ്പെട്ട കൂട്ടുകാരൻ നമുക്ക് ലഭിക്കുക എന്നത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് മഹാനായ ഷെയ്ഖ് നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ, സുഹൃത്ത് ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന കൂട്ടുകാരിലേക്ക് നമ്മൾ ചായണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളെ വിവരിക്കുന്ന മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ വാചകം നമുക്ക് കാണാം. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത് നിനക്കുണ്ടെങ്കിൽ അവനെ നീ മുറുകെ പിടിക്കണമെന്നാണ് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. നല്ല കൂട്ടുകാരനെ നീ മുറുകെ പിടിക്കണം. അങ്ങനെ ഒരു സുഹൃത്തിനെ നിനക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ദീനിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന, ദീനി മതപരമായ അറിവുകൾ നിനക്ക് കൈമാറി തരുന്ന നല്ല ബന്ധങ്ങളെ, നല്ല ദീനുള്ള കൂട്ടുകാരെ നീ മുറുകെ പിടിക്കണം. ദീനുള്ള കൂട്ടുകാരെ ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒഴിവാക്കാൻ എളുപ്പമാണ് എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്ന വരികൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളാവണം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ. മദ്യപിക്കുന്ന, വൃത്തികേടുകൾ സംസാരിക്കുന്ന, വൃത്തികേടുകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകുന്ന, നമ്മളെയും തിന്മയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജമാഅത്തുകൾക്ക് മുടക്കം നിൽക്കുന്ന, നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുന്ന കൂട്ടുകാരുമായി കൂട്ടുകെട്ടുണ്ടാവരുതെന്ന്
പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. നമ്മളും വഴികേടിലേക്ക് പോകാൻ സാധ്യതയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് സഹോദരങ്ങളെ. നല്ല കൂട്ടുകാരനെ ലഭിച്ചിട്ട് അവരെ നമ്മൾ അവൈഡ് ചെയ്തല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ വിട്ട് ഒരു തോന്നിവാസിയായ അല്ലെങ്കിൽ ദീനിൽ നിന്ന് അകന്നു നിൽക്കുന്ന കൂട്ടുകെട്ടുകൾ സ്വീകരിച്ച് നമ്മളും വഴിമാറിപ്പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിലപിക്കേണ്ടി വരും. റബ്ബിന്റെ കോടതിയിൽ നമ്മൾ പൊട്ടിക്കരയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ ഫുർഖാനിലെ 27-ാമത്തെ വചനം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത് യൗമ യഉല്ലുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. നാളെ പരലോകത്ത് വിലപിക്കുന്ന ആളുകളുണ്ട്. റബ്ബിന്റെ കോടതിയിൽ അവർ വിലപിക്കുകയാണ്. അക്രമകാരിയായിട്ടുള്ളവർ അവർ പറയുന്ന വാക്കെന്താണ്? അവർ പറയുന്ന വാക്ക് യാ ലൈതനീ, അവന്റെ കൈകൾ കടിക്കുമെന്നാണ്. യൗമ യഉല്ലുൽ ളാലിമു അലാ യദൈഹി, അവന്റെ കൈകൾ കടിച്ചു പിടിച്ചുകൊണ്ടവൻ പറയും. യഖൂലു, അവൻ വിളിക്കുകയാണ്, പറയുകയാണ് യാ ലൈതനീ, ഞങ്ങളുടെ നാശമേ, എൻ്റെ കഷ്ടമേ, ഇത്തഖദതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയുള്ള നല്ല സുഹൃത്തു ബന്ധങ്ങളെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് റബ്ബിന്റെ കോടതിയിൽ വിലപിക്കും. ഈ വ്യക്തി ഇന്നയാളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അയാളെ ഞാൻ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് വഴികേടിലെത്തിയതും ഈ നരകത്തിലേക്ക് ഞാൻ എറിയപ്പെട്ടതും എന്ന് നരകക്കാരൻ വിലപിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, എനിക്ക് ബോധനം വന്നെത്തിയതിനു ശേഷവും അല്ലാഹുവിൻ്റെ ഖുർആനും സുന്നത്തൊക്കെ കിട്ടിയിട്ടും ആ ഖുർആനും സുന്നത്തും ഞാൻ വഴിമാറി സഞ്ചരിച്ച് ഇബ്ലീസിന്റെ മാർഗം സ്വീകരിച്ച് ഞാൻ ചലിച്ചല്ലോ എന്ന ഖേദം നാളെ പരലോകത്തവൻ ഖേദിക്കും, അല്ലെങ്കിൽ വിലപിക്കുമെന്നാണ്. സഹോദരങ്ങളെ, പലപ്പോഴും കൂട്ടുകാരുടെ മാർഗം സ്വീകരിച്ച് ആ അവിശ്വാസികളായ അല്ലെങ്കിൽ ദീനിൽ നിന്ന് മാറിപ്പോകുന്ന സുഹൃത്തു ബന്ധങ്ങളെ സ്വീകരിച്ചതിൻ്റെ പേരിൽ റബ്ബിൻ്റെ കോടതിയിൽ വിലപിക്കേണ്ട ഒരവസ്ഥ നമുക്കില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് നല്ല ഇണക്കമുള്ള, നല്ല സ്നേഹമുള്ള, ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സുഹൃത്തു ബന്ധങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ അടുപ്പിക്കുക. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് കൂനു മഅ സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിങ്ങൾ അണിനിരക്കണം. ഒരു ദീനി സംഘത്തിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന കൂട്ടായ്മകളോ സൗഹൃദങ്ങളോ നമുക്ക് ഉണ്ടാകരുത് എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. നമ്മൾ നിൽക്കുന്ന ഒരു സംഘം, അത് ദീനിൻ്റെ പേരിൽ നിൽക്കുന്ന സംഘങ്ങളാകട്ടെ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വഴിതെറ്റി സഞ്ചരിക്കുന്ന ആ ദീനിൻ്റെ ആശയങ്ങളെ പരിഹസിച്ചും ആക്ഷേപിച്ചും ജീവിക്കുന്ന സംഘങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു. അത് ഒരു വ്യക്തി എന്ന നിലക്കാകട്ടെ, ഒരു സംഘം എന്ന നിലക്കാകട്ടെ,
നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതേപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നല്ല സൗഹൃദം ആഗ്രഹിക്കുന്ന ആളുകളോട് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു മാർഗം, നിനക്ക് നിൻ്റെ ഒരു കൂട്ടുകാരനെ ഇഷ്ടമാണെങ്കിൽ, ദീനനുസരിച്ചുള്ളൊരു കൂട്ടുകാരനെ നിനക്കിഷ്ടമാണെങ്കിൽ നിൻ്റെ ഇഷ്ടം നീ അവനോട് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വഹാബികൾ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തുകൂടി നടന്നുപോയി. റസൂലിൻ്റെ സദസ്സിലൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാഹി ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ പോകുന്ന മനുഷ്യനെ എനിക്കിഷ്ടമാണ്, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്താണ്, പക്ഷേ ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വ്യക്തി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ആ കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടോയെന്നാണ്. ആ കാര്യം നിനക്കിഷ്ടമാണ് എന്ന കാര്യം നീ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബി, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്കെന്നാ നീ പോയി പറയേ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് നീ പറയണമെന്നാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യനെ എഴുന്നേറ്റ് ചെന്നിട്ട് ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഹിബ്ബുക ഫില്ലാ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ വാക്ക് അഹബ്ബകല്ലദീ, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത്, ആ ഇഷ്ടപ്പെട്ട റബ്ബ്, നീ ആർക്ക് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് ആ റബ്ബ് നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒന്ന്, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, നല്ല ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുക, ഉപകാരമുള്ള കൂട്ടുകാർ, റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് ഉപകാരമുള്ള കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള കൂട്ടുകാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിടാതെ പിടിക്കുക. അങ്ങനെയുള്ള കൂട്ടുകാരായിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാളോട് പറയുക. എന്തിനാ ഇഷ്ടം പറയുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ആ ഇഷ്ടം പറയുന്നത് കൊണ്ട് അയാൾക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടും. ബന്ധം കൂടുതൽ ഊഷ്മളമാകാൻ, അല്ലെങ്കിൽ കൂടുതൽ ആ ബന്ധം ഒന്നുകൂടി ശക്തമാകാൻ ആ ഒരു വാക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കൊരു ബാധ്യത എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ പ്രയാസങ്ങളെ അവരുടെ പ്രയാസമായി കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ സന്തോഷങ്ങളെ അവരുടെ സന്തോഷമായി കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി, ദീനിൻ്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതിനാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും കഴിയണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ഏറ്റവും ഗൗരവമായി പഠിപ്പിച്ച വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് നല്ല സുഹൃത്തു ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആഖിറത്തിലെ വിജയമായിരിക്കണം. പരലോകത്തിലേക്ക് ഉപകാരമുള്ള ഒരു ജീവിത ശൈലി ഈ ദുനിയാവിൽ എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ വീടും ദീനിൻ്റെ അന്തരീക്ഷത്തിൽ വളരുന്ന വീടാകണം. എൻ്റെ സുഹൃത്ത് വലയങ്ങളും ദീനിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സുഹൃത്തുക്കളാകണം. എങ്കിൽ ഞാൻ പുറത്തു പോയാലും എനിക്ക് സംരക്ഷണത്തിൻ്റെ വലയമാണ്. ഞാൻ അകത്തേക്ക് വരുമ്പോഴും, എൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോഴും എനിക്ക് സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല മതപരമായ ചിട്ടയിൽ മുന്നോട്ട് പോകാൻ പുറത്തും അകത്തും എനിക്ക് കഴിയണമെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ വലയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സംഘങ്ങളൊക്കെ ദീന് മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു സംഘമായി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ വ്യക്തി എന്ന നിലക്ക് നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിലും ഈ ദുനിയാവിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ജീവിത ശൈലിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന നല്ലൊരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ, ആ സമയമാകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ എത്ര ഖൈറാണ്, എത്ര നന്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയെന്നും ചിന്തിച്ചു നോക്കി. ഒരു ദാനധർമ്മത്തിൽ നമ്മുടെ കൂടെ ഷെയർ കൂടിയതാ, ഞാനും കൂടാം, നമുക്കിങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാം എന്നൊക്കെ നമുക്കൊരു നന്മയുടെ കാര്യത്തിൽ ഇങ്ങനെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളാണ് സഹോദരങ്ങളെ നമുക്ക് ഒരുപക്ഷെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ അമലുകൾ തൂക്കി കണക്കാക്കുന്ന സമയത്ത്
അവൻ്റെ കൂടെ ചേർന്നത് കൊണ്ട് എനിക്കൊരുപാട് ഉപകാരങ്ങൾ എൻ്റെ റബ്ബിൻ്റെ കോടതിയിലേക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്കൊരുപാട് അറിവുകൾ എനിക്ക് സമ്മാനിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നാൻ പറ്റുന്ന രൂപത്തിലുള്ള സുഹൃത്ത് വലയങ്ങളുണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ല മോശപ്പെട്ട കൂട്ടുകാരെ ഇന്നും മുറുകെ പിടിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഗൗരവമായി ആലോചിക്കുക. മോശപ്പെട്ട കൂട്ടുകാരൻ, അവൻ കള്ളു കുടിക്കുന്നുണ്ട്, അവനോട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും നന്നാവണില്ല എങ്കിൽ സഹോദരങ്ങളെ അവൻ്റെ കൂട്ടുകെട്ട് വിടലാണ് നല്ലത്. നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യത ഉണ്ടല്ലോ, ആ ആത്മബന്ധം ഉണ്ടല്ലോ, ആ ആത്മബന്ധം ഒഴിവാക്കിയിട്ട് ആ വെറുപ്പ് അവനോട് പ്രകടിപ്പിക്കണം. എന്ത് വെറുപ്പ്? നീ ചെയ്യുന്ന തിന്മയോട് എനിക്ക് വെറുപ്പാണെന്ന് അവനോട് പറയാൻ നമുക്ക് കഴിയണം. നമുക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരു തിന്മ നമ്മുടെ കൂട്ടുകാരൻ ചെയ്യുമ്പോൾ ആ തിന്മയിൽ നിന്ന് തടയുന്നവനായി നമ്മൾ മാറണം. ഒരു നന്മയിലേക്ക് നമ്മുടെ കൂട്ടുകാരെ കൈപിടിച്ച് കൊണ്ടുവരുന്നവരായി നമ്മൾ മാറണം. അങ്ങനെയുള്ള കൂട്ടുകെട്ടിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയം നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദീന് അനുസരിച്ച് ജീവിക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് അവൻ്റെ കോടതിയിൽ എരിവരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.